ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ ഒരു വർഷം വിശ്രമിച്ചിട്ട് പിന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും, നമുക്കൊരു പിഴവ് പറ്റിയ ആളുകൾ പറയും കുഴപ്പമില്ല, കുറച്ചധികമായിട്ട് കളിച്ചിട്ടില്ല, അതിന്റെ പ്രശ്നം. അതുപോലെ ഒരു ഹണിമൂൺ പീരീഡ് UDF സർക്കാരിന് ലഭിക്കുന്നു എന്നുള്ള ആദ്യം പറയേണ്ടി വരും. എന്ത് സംഭവിച്ചാലും 10 വർഷം അവർ ഭരിക്കുകയല്ല, അതുകൊണ്ട് അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ആദ്യം എൻ ശംസുദ്ദീൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വി ശിവൻകുട്ടി മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്തു. അതുകൊണ്ട് കുറച്ച് പൈസ ഇങ്ങോട്ട് വന്നു, ഇനി അങ്ങോട്ട് തുടരാനേ പറ്റുള്ളൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ആദ്യത്തെ പ്രശ്നം, നമ്മൾ അതിൽ ക്യാപ്റ്റൻ അബിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് താൽക്കാലികം മരവിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ MOU സൈൻ ചെയ്ത MOU അവിടെ കിടപ്പുണ്ട്, അതിന്റെ പേരിൽ പണം ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് CPM ആദ്യം വിശദീകരിക്കണം. അതായത് നമ്മൾ ഒപ്പിട്ടതിന്റെ പുറത്ത്, അതായത് CPIയെ പറ്റിച്ച് വളരെ രഹസ്യമായി CPM സർക്കാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനത്തിന്റെ പുറത്ത് പോയി ഒപ്പിട്ടതിന്റെ പുറത്ത് നമുക്ക് ഫണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ CPM വ്യക്തത വരുത്തണം. 2, തുടരുന്ന കാര്യങ്ങൾ, സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മുൻ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അതേപടി തുടരാനാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ സർക്കാരിന്റെ ആവശ്യമില്ല. ഇവിടെ എക്സിക്യൂട്ടീവ് ഉണ്ടായാൽ മതി, സെക്രട്ടറിമാരുണ്ടായാൽ മതി, ഉദ്യോഗസ്ഥരുണ്ടായാൽ മതി. കാരണം പണം കിട്ടുന്ന കാര്യമൊക്കെ അവരൊപ്പിട്ട് വൗച്ചറിട്ട് കാര്യങ്ങൾ നീക്കുവാണെങ്കിൽ ഇവിടെ സർക്കാരിന്റെ ആവശ്യമില്ല. നയം രൂപീകരിക്കാനാണ് സർക്കാരിന്റെ പ്രഥമമായ പരിഗണന. ഒരുപാട് പണം കേന്ദ്രത്തിൽ എത്തിച്ച് ഇവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല, അത് സ്വാഭാവികമായി ചെയ്യണം. മനുഷ്യരാശി അങ്ങനെ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, കെട്ടിടങ്ങൾ വരും, പാലങ്ങൾ വരും. അഥവാ ആ സർക്കാരിന്റെ സാധാരണമായ ദൗത്യം മാത്രമാണ്. ഒരു സർക്കാരിന്റെ വളരെ എക്സെപ്ഷണൽ ആയ ഒരു കാര്യം, വളരെ ഭയങ്കരമായ ഒരു ചെയ്യേണ്ട കാര്യം നയമാണ്. നയത്തിൽ നിന്ന് അണുവിട പിറകോട്ട് പോകാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഇന്ന് എൻ ശംസുദ്ദീൻ പറഞ്ഞ മറുപടി അങ്ങേയറ്റം ദുർബലമാണ്. അവിടെ MOU ഇട്ടതുകൊണ്ട് പൈസ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ UDF അണികൾ പോലും വിശ്വസിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇവിടെ വേണമെങ്കിൽ ഹീറോയ്ക്കായി സ്റ്റെപ്പ് എടുക്കാം, അങ്ങനെ പണം വന്നിട്ടുണ്ട്, ഞങ്ങൾക്കത് വേണ്ട, തിരിച്ചു കൊടുക്കാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ നയത്തിന്റെ പുറത്ത് വിദ്യാഭ്യാസ വകുപ്പിനെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെയുള്ള ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി PM ശ്രീയുമായി മുന്നോട്ട് പോകില്ല എന്ന് ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഘോഷിക്കപ്പെടും. UDF പ്രവർത്തകർക്ക് പോലും അത് കൊടുക്കുന്ന മൈലേജ് ചെറുതായിരിക്കില്ല. 2, ഈ പറഞ്ഞതുപോലെ പുതിയ സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞാണ്. മഞ്ഞക്കുറ്റി ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് ചെലവുള്ള കാര്യമാണ്. നമ്മൾ ഈ സിൽവർ ലൈനുമായി മുന്നോട്ട് പോയാൽ പ്രതിഷേധം കാണേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ സിൽവർ ലൈനിന് പണം കണ്ടെത്തേണ്ടി വരും. ഇവിടെ പ്രശ്നം എന്താണ്? അങ്ങോട്ട് ചെലവുള്ള കാര്യമല്ല, പണം ഇങ്ങോട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒപ്പിട്ടാൽ വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നത് കൃത്യമായി വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാരിന് ഒരു നിലപാടില്ല, നയമില്ല എന്നതിന്റെ തെളിവ് കൂടിയാകുന്നു. 2, ആ ഘട്ടത്തിലാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വീടുകൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വീടുകൾക്ക് പുറത്ത് കൊടുക്കേണ്ടി വരും, ആ ഫണ്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ ഒരു, അതായത് സാധാരണക്കാരന് കൊടുക്കുന്ന വീടിന് അങ്ങനെ ഒരു ഐഡന്റിറ്റി, ആരുടെയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വേണ്ട, അത് അവന്റെ വീടാണെന്ന് അവൻ ഉറപ്പിക്കുന്ന രീതിയിൽ ഒരു മാനസിക പ്രതീതി കൊടുക്കണമെന്ന മട്ടിൽ ആ ഫണ്ട് വാങ്ങാതെ ലൈഫിൽ വീടുകൾ കൊടുത്ത് ഇടത് സർക്കാർ ഇവിടെ നിൽക്കുമ്പോഴാണ് 800 കോടി രൂപ ലഭിക്കുമെന്ന മട്ടിൽ ഒരു ഒപ്പിടാൻ പോകുന്നത്. ആ ഒപ്പിടുന്നതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. പിന്നെ ആശ്മിക്ക് നേരത്തെ അതുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് വലുതാണ്. പിന്നെ ഇതൊരു വലിയ സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഏത് പദ്ധതി, അതായത് 60-40 കോൺട്രിബ്യൂഷൻ, 60% പൈസ മാത്രമേ കേന്ദ്ര സർക്കാർ വരുള്ളൂ, 40% നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഒരു കെട്ടിടം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഒരു മൂത്രപ്പുര കെട്ടലോ മാത്രമല്ല PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന കോൺസിക്വൻസ്. അതിനപ്പുറത്തേക്ക് PMCയുടെ പ്രോസ്പെക്ട് കൃത്യമായി പറയുന്നുണ്ട്, വിഷൻ ആൻഡ് മിഷൻ ടു ഇംപ്ലിമെന്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, NEP. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ച നമ്മളുടെ ഒരുപാട് മൂല്യങ്ങൾ അപ്രസക്തമാക്കുന്ന രീതിയിൽ ആരാണോ ഭരിക്കുന്ന ആ ഭരണകൂടത്തിന് അനുസൃതമായി അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ നയങ്ങൾ ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തടക്കം കൊണ്ടുവരാൻ സാധ്യതയുണ്ടാകും. ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുമെങ്കിൽ അത് കൃത്യമായി വിശദീകരിക്കണം. NEP-യിൽ നമുക്ക് തോന്നുന്ന പോലെ, ഈ പറഞ്ഞതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് പകരം സംസ്ഥാനത്തിന് കരിക്കത്തിൽ ഇടപെടാൻ അതിനിടയിൽ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഓൾറെഡി തന്നെ സർവകലാശാലത്തിൽ പലയിടങ്ങളിലും ഒരു സാധനം എല്ലായിടത്തും വിഴുങ്ങുന്ന ഘട്ടത്തിൽ അത് ഇവിടെയും കൂടി വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ സർക്കാരിന് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എന്ത് സംഭവിച്ചാലും കഴിഞ്ഞ സർക്കാർ ഇട്ട ഒപ്പാണ്, കഴിഞ്ഞ സർക്കാർ പോയ പോക്കാണെന്ന് പറയുന്ന മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ ഇനിയെങ്കിലും സ്വന്തമായ നിലപാടും നയം ഈ സർക്കാരിന് ഉണ്ടാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.